ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചുരയ്ക്ക കൊണ്ടുള്ള ഒരു പായസമാണ്. ബോട്ടിൽ ഗാർഡ് എന്നൊക്കെ പറയുന്ന ലോക്കി എന്നറിയപ്പെടുന്ന, ഹിന്ദിയിൽ അറിയപ്പെടുന്ന ഈ ചുരയ്ക്ക വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ ആദ്യം തൊലിയും അകത്തുള്ള കുരുവും കളഞ്ഞ് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കാം. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് നെയ്യ്, പാല്, പഞ്ചസാര, പിന്നെ നമ്മുടെ കാർഡമം, ഏലക്കാപ്പൊടി, അല്പം മിൽക്ക് മെയ്ഡ്, ഇത് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ നെയ്യ് അവൈലബിൾ അല്ലായിരുന്നത് കൊണ്ട് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തത്. കുറച്ച് ബട്ടർ ഇട്ട് അത് മെൽട്ടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾ ബോട്ടിൽ ഗാർഡിൻ്റെ ആ ഗ്രേറ്റ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ആ നെയ്യിൽ സോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനൊരു ഇച്ചിരി ടൈം എടുക്കും നമുക്ക് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു 10 മിനിറ്റോളം നമുക്ക് എടുക്കും. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടെടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല, അതുപോലെ തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എല്ലാ ഒരു എസൻസും അതിൽ തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇത് ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു കുറച്ച് നേരം സോട്ട് ചെയ്തെടുക്കാം. ആ സോട്ട് ചെയ്തെടുക്കുന്നതിന് നമുക്ക് ഇച്ചിരി ടൈം വേണ്ടി വരുന്നത്. ബാക്കിയൊക്കെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ചുരയ്ക്ക എന്ന് പറയുന്ന സാധനം ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. നമ്മുടെ ഈ ചുരയ്ക്ക വെച്ച് നമ്മൾ തോരൻ വയ്ക്കും, പിന്നെ നമ്മൾ സാമ്പാറിലൊക്കെ ആഡ് ചെയ്യും, പല കറികൾ വയ്ക്കും, പരിപ്പ് കൂട്ടി കറി വയ്ക്കാറുണ്ട്. നമുക്കിങ്ങനെ ഒരു പായസം തയ്യാറാക്കാൻ നല്ലതാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം നമുക്ക് ഇതുകൊണ്ട് തയ്യാറാക്കാം. ഇപ്പോൾ ചെറിയ പാനായതുകൊണ്ടൊരു ഇളക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നെ അത് വെന്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. അപ്പം ഓക്കെ ആയി. ഇപ്പം കുറച്ച് നേരം 10 മിനിറ്റോളം ഏകദേശം കഴിഞ്ഞ് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഗ്രീൻ ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചെയ്യുവാണെങ്കിൽ അത് ഗ്രീനായിട്ട് കൂടുതൽ കാണും. നമ്മൾ പാലൊക്കെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ വൈറ്റ് കളറായിട്ട് വരും. പക്ഷേ നമുക്ക് ഗ്രീൻ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പം നമ്മുടെ ഈ ലോക്കി ഇത് ബോട്ടിൽ ഗാർഡ് ഒരുവിധം സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്കിനി ആദ്യം പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമുക്ക് ആവശ്യത്തിനുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്രഷ് മിൽക്കാണ് ഒഴിച്ചത്. കുറച്ച് ഞാൻ ഓൾറെഡി ചൂടാക്കി തിളപ്പിച്ച് വെച്ചായിരുന്നു പാല്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിരുന്നു പാൽ, അത് റെഡിയാക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ് ഡയറക്റ്റ്. അപ്പോൾ ഇനി അതിൽ ആ പാലിൽ കിടന്ന് ഇതൊന്ന് വെന്ത് വരണം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചവ്വരി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടേക്ക് നമ്മൾ മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. തിളപ്പിച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ നമുക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ കഴിക്കാം. എപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ എപ്പോഴും മധുരം കഴിക്കുന്നത്. പക്ഷേ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊരു പായസം ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരെയും കൂടെ കാണിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു.
നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. ഇത് വെന്തൊക്കെ ഓക്കെയാണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ കുഴപ്പമില്ല, ഇതെല്ലാം പരുവമായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം ഏലക്ക പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് തൊലി കളഞ്ഞിട്ട് കുരു മാത്രം എടുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടു, പിന്നെ കുറച്ച് ഏലക്ക ചേർന്ന മിക്സ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പൊടിയായിട്ട് കാണുന്നത്. പഞ്ചസാര കാടമത്തിൻ്റെ കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ടോ നോക്കാം. ഒരു നുള്ളു ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് വരും. ഒരു ചെറിയൊരു പിഞ്ച് ഓഫ് സോൾട്ട് കൊടുക്കാനകത്ത്. പിന്നെ ഇത് പറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് നമ്മളതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അല്പം മധുരം കുറവാണെന്ന് തോന്നി ബാക്കി ഉണ്ടായിരുന്ന ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരികയേ വേണ്ടി വരുന്നുള്ളൂ. കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുവിധം പറ്റി വരുന്നുണ്ട്. നമ്മളതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് അപ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം ഒഴിച്ചായിരുന്നു, പക്ഷേ അത് വീഡിയോ റെക്കോർഡായില്ല. അതുകൊണ്ട് ജസ്റ്റ് ലാസ്റ്റ് ഒരു സ്പൂൺ റെക്കോർഡാവാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ തിളച്ചു, ഇനി ഓഫ് ചെയ്താൽ മതി. ഇളക്കി കൊടുത്തിട്ട് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചുരയ്ക്ക പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട് കൂടെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇടവേളകൾ, ഒഴിവു സമയങ്ങളൊക്കെ ആനന്ദകരമാക്കാൻ ചെറിയ കുക്കിങ്ങൊക്കെ ചെയ്ത് പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക് യു വെരി മച്ച്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ആരോഗ്യം ഉള്ളവരായിട്ടും സന്തോഷമുള്ളവരായിട്ടൊക്കെ ഇരിക്കുക. ബൈ.